വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ 4 വശവും ഒന്ന് നോക്കിക്കോ. 4 വശവും ചുമരുകളാണ്. ഈ ചുമരുകൾക്കപ്പുറത്ത് ഒരു മതിലുണ്ട്. ഇതിലായിപ്പോയി ഈ ഗാനത്തിന്റെ ഈരലുകൾ. പ്രിയമുള്ളവരെ, ഈ മതിലിനപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ നമ്മുടെ അയൽക്കാരുണ്ട്. നമ്മുടെ ഹൃദയ വിശാലത നഷ്ടപ്പെട്ടു, നമ്മുടെ കമ്പാഷൻ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് നമുക്കത് നഷ്ടപ്പെട്ടു? ഈ തിരുവോണ നാളിൽ നമ്മുടെ ഹൃദയ വിശാലതയും കരുണയും നമുക്ക് തിരികെ പിടിക്കണം. പ്രിയമുള്ളവരെ, പണ്ടുകാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ അമ്മമ്മ അതിരാവിലെ എഴുന്നേറ്റ് കളമൊരുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കലപില ശബ്ദത്തോടെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വട്ടയിലയും വട്ടിയുമായി തുണ്ടപ്പൂവും തുളസിയിലയും ശംഖുപുഷ്പവുമായി തിരിച്ചു വരും. എന്തിനെന്നറിയാമോ? അത്തമെടുക്കാൻ. കൂടെ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും പശുക്കുട്ടിയും ഉണ്ടാവും. ആ ചാണകം ഒഴുകിയ തറയിൽ അത്തമിടുമ്പോൾ, ആ അത്തം പൂർത്തിയാകുമ്പോൾ അത്തപ്പൂ തികഞ്ഞുവെങ്കിൽ വീണ്ടും കുഞ്ഞുങ്ങളോടും പൂ പറിക്കാൻ തൊടിയിലേക്ക് ഓടുന്ന ആ കുഞ്ഞുങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണ്. അത്തപ്പൂക്കളം കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും ആ സന്തോഷം കാണുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പണ്ടൊരു ഓണമുണ്ടായിരുന്നു. ഗൃഹനാഥന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ കഷ്ടതയുടെ ഒരു തിരുവോണം. അന്ന് ഗൃഹനാഥൻ കൊണ്ടുവരുന്ന പുത്തനുരുപ്പിട്ട് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്ന സദ്യ കഴിച്ചതിനു ശേഷം 4 മണിക്കൊരു വീട്ടിലേക്കുണ്ട്. അയൽക്കാർ ചോദിക്കും. അവരുടെ വീട്ടിലെ സദ്യയുടെ മണം അന്ന് അയലത്തെ വീട്ടിലെ പാത്രങ്ങളിലും നിറഞ്ഞിരുന്നു. അതായിരുന്നു അന്നത്തെ ഓണം. എഴുത്തുകാർ ചോദിക്കും, ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, എവിടെ പോകുന്നു? അതേ, ഞങ്ങളെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവുക. അതേ, ഞങ്ങളെ അപ്പൂപ്പന്റെ വീട്ടിൽ പോവുക. മോള് നല്ല പുസ്തകമുണ്ട്, എന്ത് ഭംഗിയുണ്ട് കാണാൻ. അത് ആ ഗൃഹനാഥന്റെ വിയർപ്പിന്റെ മണമാണ്. കുഞ്ഞു കുട്ടി മുതൽ വൃദ്ധർ വരെയുള്ള ആ ഭവനത്തിൽ ഗൃഹനാഥന്റെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ മണം. ആ വസ്ത്രമിട്ട് ആ ആഹാരം കഴിച്ചിറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഇന്ന് ടെക്നോളജി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോളജി വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അമ്മ കാത്തിരിക്കുകയാണ്. മകൻ വിളിക്കുന്നത്, മകൾ വിളിക്കുന്നത്, കൊച്ചുമകൻ വിളിക്കുന്നത്. ചിലപ്പോൾ ആരും വിളിച്ചില്ലെന്ന് വരാം. സോഷ്യൽ മീഡിയയിലൂടെയുള്ള സെൽഫി മാത്രമാണ് ആശ്വാസം. ഏറ്റവും നല്ല അത്തപ്പൂക്കളം, അതായത് മൊബൈൽ ഫോണിൽ കണ്ട് ആസ്വദിക്കുക. ഏറ്റവും നല്ല വിഭവ സമൃദ്ധമായ സദ്യ. ഇതുകൊണ്ട് ഒരമ്മയുടെ മനം നിറയുമോ? ടെക്നോളജി വികസിച്ചപ്പോൾ പച്ചക്കറികൾ റെഡിമെയ്ഡായി, പാലുൽപ്പന്നങ്ങൾ റെഡിമെയ്ഡായി, വെള്ളം പോലും റെഡിമെയ്ഡായി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അയൽനാട്ടിലുള്ളവർ അവിടെ ഒരു ഗേറ്റ് ഈ തിരുവോണത്തിന് അടച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരുവോണം നിങ്ങൾ എങ്ങനെ കൊള്ളും? സെൽഫി എടുത്ത് സ്വയം ആസ്വദിക്കാനെന്നല്ലാതെ അവൻ ഗേറ്റ് അടച്ചാൽ നമുക്ക് ആ തിരുവോണം ആസ്വദിക്കാൻ കഴിയുമോ? കേരളം സമ്പന്നതയിലായിരുന്നു. പച്ചക്കറിയുടെ കാര്യത്തിലും പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിലും വെള്ളത്തിന്റെ കാര്യത്തിലും കേരളം സമ്പന്നമായിരുന്നു. ഈ സമ്പന്നത നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും പ്രിയ സുഹൃത്തുക്കളെ, ഓണം സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറവിടമാണ്. ഈ ഓണത്തിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയ വിശാലത ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയം ചുരുങ്ങിപ്പോകരുത്. ആ മതിലിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഹൃദയ വിശാലത എത്തണം. നിങ്ങളുടെ കമ്പാഷൻ ആ മതിലുകളുടെ അപ്പുറത്തോട്ട് എത്തണം. ഏതെങ്കിലും വീടുകളിൽ അമ്മമാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കണം, അമ്മയെ സുഖമാണോ? അത്രയും മതി. എന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് മരിച്ചത്, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അന്ന് എന്റെ ഹൃദയം ഈ
എന്നിരുന്നാലും മായം കലർന്ന ഈ ഓണനാളിൽ നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിച്ച് വീണ്ടും ഒരു ഓണം ആഘോഷിക്കാം.